വെരി ഗുഡ് മോർണിംഗ്. സംഭവബഹുലമായ ഒരു വാർത്താ ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മുനമ്പം വിഷയത്തിൽ ചിലരുടെയൊക്കെ ചെമ്പ് തെളിഞ്ഞു എന്നുള്ളതാണ് ഈ കേരളത്തിലുള്ള പരക്കെയുള്ള സംസാരം. എല്ലാ പത്രങ്ങളും ഇന്ന് പ്രധാന വാർത്തയായി ലീഡായി ഇത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധമുണ്ട്. മഹാറാലി ഇന്ന് കോഴിക്കോട് സംഘടിപ്പിക്കാൻ പോവുകയാണ്. 4 പേർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ VS തുടങ്ങിയാൽ മഹാറാലി മഹാസംഭവമായി തീരുമോ? പൗരത്വ നിയമ ഭേദഗതിയും മുത്തലാഖ് വിഷയവും ഒക്കെ കണ്ടതുപോലെ. തീർച്ചയായിട്ടും കോഴിക്കോട് കടപ്പുറം ഇത്തരത്തിൽ നിരവധി പ്രതിഷേധങ്ങൾക്ക്, അതും ലീഗിൻ്റെ തന്നെ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങൾക്കെതിരെ, ഇപ്പോൾ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ PSCക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. സമാനമായ വലിയൊരു ശക്തി പ്രകടനമായ ഒരു രാഷ്ട്രീയ സമ്മേളനം തന്നെയാണ് ലീഗ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലീഗ് ആരെയും കൂട്ടിച്ചേർത്തിട്ടില്ല. നേരത്തെയൊക്കെ മതേതര സ്വഭാവമുള്ള എല്ലാവരെയും, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും സമുദായ സംഘടനാ നേതാക്കന്മാരെയൊക്കെ വിളിച്ചിട്ട് വലിയൊരു കൂട്ടായ്മയോടുകൂടിയായിരുന്നു ഈ സമ്മേളനമെങ്കിൽ ഇത്തവണ ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമായിട്ട് തന്നെയാണ് ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നോക്കാൻ വേണ്ടി PMA സലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രതികരണം തേടാനുള്ള സമയമുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ലൈവായിട്ട് പ്രതികരണം തേടാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അങ്ങോട്ട് പോവാം. അദ്ദേഹം ഇപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ നോക്കാൻ വേണ്ടി ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മാത്രമല്ല അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. PMA സലാമാണ് ഇതിന് നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ വേദി സന്ദർശിച്ചിരുന്നു. അപ്പോൾ സലാം സാഹിബ്, എങ്ങനെയാണ് സമ്മേളനം വലിയൊരു ശക്തി പ്രകടനമാവുന്നതാണോ കരുതുന്നത്? എന്താ സംശയം, വാഹനങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് ജനപങ്കാളിത്തം ഉണ്ടാകാൻ പോകുന്നത്. ഇന്നലെ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണമെങ്കിൽ സുപ്രീം കോടതി വരെ പോവാം, അവരുടെ നിയമ പോരാട്ടത്തിനൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ഈ ബില്ല് കൊണ്ട് മുനമ്പത്തേക്കാർക്ക് ദോഷമാണ് ഉണ്ടാകുക എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് വിചാരിച്ചാൽ മതി, 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. 2 കൂട്ടരെയും വിളിച്ചു വരുത്തി ഒരു തീരുമാനം ഉണ്ടാക്കി ട്രിബ്യൂണലിൽ കൊടുത്തു കഴിഞ്ഞാൽ തീരുമാനം ഉണ്ടാവും. അതിന് പകരം അവരെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ സുപ്രീം കോടതി വരെ ലീഗ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നിയമ പോരാട്ടം നടത്തുന്നു. ഇപ്പോൾ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഉദ്ദേശം എന്താണ് ശരി? അല്ല, ഇത് ജനങ്ങൾ ഈ കരിനിയമത്തിനെതിരാണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. ജനങ്ങളുടെ കൂട്ടായ്മയും ഐക്യവും ജനങ്ങളെ ത്വരിതപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് വരാൻ. നിയമ പോരാട്ടം മാത്രമല്ല, ജനകീയ പോരാട്ടമാണ് എന്നുകൂടി ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തേണ്ടത് ബാധ്യതയുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും ലീഗ് പൊതുവായിട്ടുള്ള ഒരു സമുദായ സംഘടനകളെയും മറ്റ് സംഘടനയൊക്കെ വിളിച്ചൊരു കൂട്ടായ നേതൃത്വത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഇത്തവണ ലീഗിൻ്റെ രാഷ്ട്രീയ പരിപാടി മാത്രമായി നടത്തുന്നതുകൊണ്ടാണ്. അല്ല, ഞങ്ങൾ ഒറ്റക്കും കൂട്ടായൊക്കെ നടത്തുന്നുണ്ട്. ഇത് ഒരു സമുദായത്തിൻ്റെയോ ഒരു പാർട്ടിയുടെയോ പ്രശ്നമല്ല, രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഭരണഘടനയുടെ പ്രശ്നമാണ്. രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമായ മതനിരപേക്ഷതയുടെ പ്രശ്നമാണ്. അതിന് എല്ലാ മതനിരപേക്ഷ ആളുകളെയും സഹകരിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഉണ്ടാവും. തീർച്ചയായിട്ടും അപ്പോൾ ഒരു കൂട്ടായ പോരാട്ടത്തിന് കൂടി തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഏകദേശം ഇന്ന് വൈകിട്ട് ഇതിൻ്റെ സമ്മേളനം ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് ഈ കാണുന്ന വേദിയിൽ നടക്കും. വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ അത് നടത്തുന്നു. ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ് PMA സലാം എത്തിയിട്ടുള്ളത്. ഡോക്ടർ താങ്ക് യു VS. PMA സലാം പറഞ്ഞതുപോലെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.